ഗായ്സ് നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? ആഹാ, പഠിപ്പിച്ചിട്ട് പറയാമെന്ന് വിചാരിക്കില്ല, അത്രയ്ക്ക് ആർട്ടിഫിഷ്യലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗുഡ് ഷെപ്പേർഡ് കോളേജിൽ വേർഡിൻ്റെ പ്രോഗ്രാം നടക്കുന്നുണ്ട്, അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ബാംഗ്ലൂരിലെ ബ്ലോഗ് അറിയാമല്ലോ. അപ്പോൾ എന്തായാലും വ്ളോഗൊക്കെ ചെയ്ത് പോകാൻ സമയമുള്ളതുകൊണ്ട് നമ്മളൊരു ചെറിയ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ തന്നെ ഒരു ബോറടിക്കണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ തന്നെ ചെറിയൊരു പരിപാടി നടത്തിങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്? ദൈ കിടന്ന് തുള്ളുന്ന മനുഷ്യനും ഗുഡ് ഷെപ്പേർഡ് കോളേജ് തമ്മിൽ വലിയൊരു ആത്മബന്ധമുണ്ട്. അവിടെ അഡ്മിഷൻ ചെയ്യാൻ പോയി അവിടെ തന്നെ പെണ്ണ് കെട്ടിക്കൊണ്ട് വന്ന മുതലാണ് ദൈ ഇരിക്കുന്നത്. അവരുടെ റൊമാൻസൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ നമ്മൾ പോയത് എമ്പുരാൻ സിനിമ ഇറങ്ങുന്നതിൻ്റെ തലേന്നായതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവിടെ എത്തുന്ന വരെ അതിനെപ്പറ്റിയുള്ള ചർച്ചയായിരുന്നു നമ്മളെല്ലാവരും. ഫൈനലി ബ്ലോക്കുകളെല്ലാം താണ്ടി ഞങ്ങൾ അവിടെ എത്തി. ഞാനും കുക്കും കൂടെ വലിയ ഷോയൊക്കെ കാണിച്ച് നടന്ന് കയറി ചെല്ലുന്നുണ്ട്. ഞങ്ങൾക്ക് ഒടുക്കത്തെ പഞ്ച്വാലിറ്റി ആയതുകൊണ്ട് വേടൻ എത്തുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ടാ. പുള്ളിക്കാരൻ വന്ന് സൗണ്ടൊക്കെ ചെക്ക് ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അങ്ങനെ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റില്ല. ആദ്യമായിട്ടാണ് പുള്ളിക്കാരൻ്റെ ഒരു ഷോ നേരിട്ട് കാണുന്നത്, അതുകൊണ്ട് തന്നെ ആ എക്സൈറ്റ്മെൻറ്റ് പറയണ്ടല്ലോ. ഇതാണ് ആ പറഞ്ഞ മുതലാളി, കോളേജിൻ്റെ ചെയർമാൻ. പിള്ളേരുടെയൊക്കെ ഒരു സന്തോഷം കണ്ടില്ലേ, അപ്പം തന്നെ മനസ്സിലാക്കാമല്ലോ പുള്ളിക്കാരനൊരു വൈബ് മനുഷ്യനാണ്. അങ്ങനെ സാറിൻ്റെ ബർത്ത്ഡേയുടെ കേക്കൊക്കെ മുറിച്ചിട്ടാ. നമ്മൾ പിന്നെ പണ്ടേ മെയിനായതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിൽ തന്നെ സീറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ. എന്താ ചെയ്യുക? ഈ തെണ്ടി എന്തിനാ അവിടെ കയറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നത്. പിടിച്ചു മാറ്റവനെ. ഇപ്പം മാറ്റി തരാം. പക്ഷെ നമ്മളെ ആരും പിടിച്ചു മാറ്റിയില്ല, കാരണം നമുക്കവിടെ പ്രത്യേക ഇൻവിറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും എന്താ വേടൻ്റെ പ്രോഗ്രാമിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കില്ല. ലാസ്റ്റ് ഇതാ പുള്ളിക്കാരൻ വരുന്നുണ്ട് മക്കളെ. പുള്ളിക്കാരനത് ഇത്ര അടുത്ത് കാണാൻ പറ്റിയപ്പോൾ ഉണ്ടായ റൊമാൻസിഫിക്കേഷൻ ഉണ്ടല്ലോ എൻ്റെ പൊന്നു മക്കളെ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലായിരുന്നു കേട്ടാ. എന്തൊക്കെയോ വലിയ കാര്യമായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടാവും, എന്താണോ എന്തോ. പിള്ളേർക്ക് ഒരേ പൊളിക്കലാണ് കേട്ടോ. അത് കണ്ടപ്പോൾ ഉണ്ടല്ലോ കോളേജൊക്കെ നല്ലോണം മിസ് ചെയ്ത്. അപ്പോൾ അതാ കുറച്ച് മുതുക്ക് കൂത്താവും. അങ്ങനെ ഇതാ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലോട്ട് പോവാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.